നമസ്കാരം പ്രിയ സജ്ജനങ്ങളെ. ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ലോകം തപസ്സിരുന്ന ദിവസമാണ് ശിവരാത്രി. ആ ശിവരാത്രി ദിവസമാണ് നമുക്ക് അല്പസമയം സനാതന ധർമ്മം എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാം ഹിന്ദുക്കളാണ്. നമ്മൾ ഹിന്ദു ധർമ്മത്തെ 3 പേരിൽ വിളിക്കും. 1 ആർഷ ഭാരത സംസ്കാരം, 2 ഹിന്ദുത്വം, 3 സനാതന ധർമ്മം. ഇതിൽ നമ്മുടെ പലരും പറയും ഈ ഹിന്ദുത്വമൊക്കെ ഹിന്ദുക്കളും നല്ലതാ, ഈ സനാതന ധർമ്മം ശരിയാവില്ല കേട്ടോ, അത് കുറച്ച് മോശം, അത് ചാതുർവർണ്ണയാണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെയാണ് സനാതന ധർമ്മം എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന് 3 പേരുണ്ട്. 1 ഇന്ത്യ, 2 ഭാരതം, 3 ഹിന്ദുസ്ഥാൻ. ഇതിൽ ഈ രാഷ്ട്രത്തിന്റെ ശരിക്കുള്ള പേരേതാ? ഹിന്ദുസ്ഥാൻ. അതുകൊണ്ടാണ് ഇവിടെ HP കാണാം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം. HMD ഇപ്പൊ കമ്പനി ഇല്ല, ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്. HBC ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. അപ്പൊ ഹിന്ദുസ്ഥാൻ ഈ വാക്ക് വർഗീയാണോ? അല്ല. അപ്പൊ ഹിന്ദുസ്ഥാൻ എന്നാൽ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവദണ്ഡിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. അവിടെ ജീവിക്കുന്ന 143 കോടി ജനങ്ങളെയും വിളിക്കുന്നത് ഹിന്ദുക്കളെന്നാണ്. അപ്പൊ ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഹിന്ദുക്കളാണോ? പിന്നെ 1000 കൊല്ലം മുമ്പ് ഇവിടെ ഒരൊറ്റ മുസൽമാൻ ഉണ്ടായിരുന്നോ? 1200 കൊല്ലം മുമ്പ് ഈ മണ്ണിൽ ഒരൊറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? എല്ലാവരും വിദേശത്ത് വന്നവരായി ഈ മതങ്ങളെല്ലാം. സൗദി അറേബ്യയിലാണ് ഇസ്ലാം മതം പിറന്നത്. ഇന്നത്തെ ഇസ്രായേലിലാണ് ക്രിസ്തു മതം പിറന്നത്. ഈ മതങ്ങൾ ഈ മണ്ണിലേക്ക് വന്നപ്പോ നമ്മൾ ഹിന്ദുക്കൾ സ്വീകരിച്ചു. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിൽ വന്നപ്പോ ഭാരതത്തിലെ ഹിന്ദു രാജാക്കന്മാർക്ക് അവർക്ക് പള്ളി പണിത് കൊടുത്തു. നിങ്ങൾ തൃശ്ശൂർ പോകുമ്പോ കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൾ പള്ളിയുണ്ട്, ഒന്ന് കാണണം. ഈ മോണിറ്റർ ഒന്ന് അറേഞ്ച് ചെയ്യും, ബാസ് കുറച്ചിട്ട് ഒന്ന് സൗണ്ട് കൂട്ടിയാൽ മതി. എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? പുറത്ത് ക്ലിയർ അല്ലേ സൗണ്ട്? ഓക്കെ ആണോ? എനിക്ക് അതിന്റെ എഫക്ട് കിട്ടുന്നില്ല. ഓക്കെ. കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൾ പള്ളിയുണ്ട്. മാലിക് ദീനും കൂട്ടർ 9 പേരാണ്. ഇവർ ടോട്ടൽ ഉള്ളത് 10 പേരാണ്. മാലിക് ദീൻ അടക്കം 10 പേര്. ഈ മാലിക് ദീൻ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ 10 പെണ്ണുങ്ങളെ വേണം, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിക്കണം. രാജാവ് പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ 10 യുവതികളെ ഇസ്ലാം മതം സ്വീകരിച്ച് അവർ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ അവര് പ്രസവിച്ച് തലമുറകൾ വളരാൻ തുടങ്ങിയപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു പള്ളി വേണം. അപ്പൊ ചോദിച്ചു നിങ്ങളുടെ പള്ളി എങ്ങനെയാണ്? അത് ഒന്നിച്ച് നിസ്കരിക്കുവാനുള്ള വലിയ ഹാള് വേണം. അങ്ങനെയാണ് നാട്ടുരാജാക്കന്മാരെ വിളിച്ചു ചേർത്തു. രാജാക്കന്മാരോട് പറഞ്ഞു ഇവർക്ക് ഒരു പള്ളി പണിത് കൊടുക്കണം. അപ്പോഴാണ് ദുർഗാദേവി ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി കല്ലും മരവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുപയോഗിച്ച് പള്ളി ഉണ്ടാക്കാമെന്ന് ഒരു നാട്ടുമൂപ്പൻ പറഞ്ഞു. രാജാവ് അംഗീകരിച്ചു. അങ്ങനെ ഇന്ന് നിങ്ങൾ കൊടുങ്ങല്ലൂരിൽ കാണുന്ന ചേരമാൻ പെരുമാൾ പള്ളി ദുർഗാദേവി ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദുക്കൾ കൊത്തിവെച്ച കല്ലും മരവും കൊണ്ടുണ്ടാക്കിയതാണ്. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ അവരെ സ്വീകരിച്ചു, അവർക്ക് പള്ളി പണിതു കൊടുത്തു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തു മതവുമായി വന്നപ്പോ ഹിന്ദുക്കൾ അവരെ സ്വീകരിച്ചു, അവർക്ക് ചർച്ച് പണിതു കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടി കൊന്നു. ഒരു കാലത്ത് ക്രിസ്ത്യാനികളും പിന്നെ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും ഇസ്രായേലും പാലസ്തീനും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴൊന്നും തീരുകയുമില്ല. ഇവിടെ നമ്മൾ ചെറിയ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. ജൂതന്മാർ പറയും ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഞങ്ങളുടെ കയ്യിൽ ഒരു കിതാബുണ്ട്, തോറ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, 10 കമന്റ്സ്. അന്ത്യപ്രവാചകൻ മോസസ് മാത്രമാണ്, അതിന്റെ അപ്പുറം പിന്നീട് പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്ന് ജൂതന്മാർ പറയും. ജൂതന്മാർ വളരെ കുറച്ചേ ഉള്ളൂ ഭൂമിയിൽ, 1 കോടി ആളേ ഉള്ളൂ. അവർക്ക് ഒരൊറ്റ രാജ്യ ഭൂമിയുള്ളൂ, അതാണ് ഇസ്രായേൽ. എന്നാൽ ക്രിസ്ത്യാനികൾ പറയും
അന്ത്യപ്രവാചകൻ യേശു മാത്രം. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹാരം ബൈബിള് മാത്രം. മുസ്ലിങ്ങൾ പറയും ഞങ്ങൾ പ്രവാചകനായിട്ട് യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്, ഈശാ നബി എന്നാണ് വിളിക്കുക. ഞങ്ങൾ മോസസിനെ അംഗീകരിക്കുന്നുണ്ട്, മൂസാ നബി എന്ന് വിളിക്കും. ഞങ്ങൾ അബ്രഹാമിനെ അംഗീകരിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി എന്ന് വിളിക്കും. പക്ഷെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മാത്രം. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഖുറാൻ മാത്രം. ഈ മാത്രം കൊണ്ടാണ് ലോകം മുഴുവൻ ഇന്ന് വീർപ്പൂട്ടുന്നത്. എന്റേത് മാത്രം ശരി എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ലോകത്തിൽ അപകടകാരിയാണ്. നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഈ മൊബൈൽ ഫോൺ മാത്രമാണ് ശരി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മൊബൈൽ ഫോൺ തെറ്റാണ് എന്നാണ് അർത്ഥം. അവിടെ ഹിന്ദു എന്താ പറഞ്ഞത്? സനാതന ധർമ്മത്തിൽ എന്തു പറയുന്നു? ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വെണ്ണിൽ നിന്നും മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ? സർവദേവ നമസ്കാരം. അതുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ പോലെയാ ദൈവങ്ങൾ. എത്ര ദൈവങ്ങളാണ് നമുക്കുള്ളത്? ചാത്തൻ, കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടിച്ചാത്തൻ, കാളി, ഭദ്രകാളി, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, പരദേവതമാർ, ഭഗവതിമാർ, ദേവിമാർ, കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ളുമുരട്, മൂർഖൻ പാമ്പൊക്കെ ഹിന്ദുവിന്റെ ദൈവങ്ങളാണെന്നാണ് ഹിന്ദുവിനെ വിമർശിക്കുന്ന ഒരാൾ പറഞ്ഞത്. ആലോചിക്കൂ, ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളാണ്. പക്ഷെ ഈശ്വരൻ എത്രയാണുള്ളത്? ഒന്ന്. ഏകമേവം അദ്വിതീയം ബ്രഹ്മ. രണ്ടില്ലാത്ത ഒന്നാണ് ഈശ്വരൻ. ഈശ്വരന് അമ്പലമില്ല, ഈശ്വരൻ ആരാധനയുമില്ല. ഈശ്വരൻ ഇവിടെ വെള്ളപ്പൊക്കം വന്നു 2018 19 വെള്ളപ്പൊക്കം വന്നിട്ട് വീട്ടിലെ കിണറും കുളവും പുഴയും കക്കൂസിന്റെ ടാങ്കും എല്ലാം ഒന്നായി പോയാൽ കിണറിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാം സമാസമമായ നമ്മളാരെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുവോ? ഇല്ല, കിണറ്റിന് ഒരു പ്രസക്തിയുമില്ല. എന്നാൽ നമുക്കിന്ന് വെള്ളപ്പൊക്കം ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം വീട്ടിൽ, നമ്മുടെ എല്ലാം വീട്ടിൽ കിണറുണ്ട്. നാട്ടിൽ എല്ലായിടത്തും വെള്ളമുണ്ട്. റോഡിന്റെ മുകളിൽ ഒരുപാട് വെള്ളം കാണാം. തോട്ടിൽ വെള്ളമുണ്ട്, എല്ലായിടത്തും വെള്ളമുണ്ട്. പക്ഷെ കുടിക്കാൻ ഏത് വെള്ളം എടുക്കുക? കിണറ്റിലെ വെള്ളം. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഈശ്വരനെ അറിയുവാൻ നമ്മൾ അമ്പലങ്ങളെ തിരഞ്ഞെടുക്കും, ക്ഷേത്രങ്ങളെ. വെള്ളം എല്ലായിടത്തും ഉണ്ട്, കുടിക്കാൻ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങൾ ഉണ്ടായത്? അതിന്റെ കാരണം, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ തുണിക്കടയിൽ ചെന്നാൽ നിങ്ങൾ 10 പേര് എന്നാൽ 10 പേര് ഒരു നിറത്തിലുള്ള സാരി ആയിരിക്കും എടുക്കുക? അല്ല. നിങ്ങൾ ഒരു സദ്യ വിളമ്പിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സദ്യയിലെ ഒരു ഐറ്റം ആയിരിക്കുമോ ഇഷ്ടം? അല്ല. വെറൈറ്റീസ്. അതാണ് ലോകത്തിന്റെ സ്വഭാവം. മതങ്ങൾ എന്ന് പറഞ്ഞാൽ തോട്ടങ്ങളാണ്. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ കാടാണ്. കാടും തോട്ടം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ തോട്ടത്തിൽ പച്ചപ്പുണ്ടാവും, പക്ഷെ തേയിലത്തോട്ടത്തിൽ തേയില മാത്രമേ കാണൂ. കാപ്പിത്തോട്ടത്തിൽ കാപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ വനമെന്ന് പറഞ്ഞാലോ, നദികളുണ്ട്, പുഴകളുണ്ട്, അരുവികളുണ്ട്, കിളികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, ചെറുതും വലുതുമായ മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, വള്ളിപ്പടർപ്പുകളുണ്ട്. അതിമനോഹരമായി കാട് കാണാൻ നമ്മൾ വണ്ടി പിടിച്ചു പോകും. കാട് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മതങ്ങൾ തോട്ടങ്ങളാണ്, സനാതന ധർമ്മം കാടാണ്, വൈവിധ്യമാണ്. എല്ലാവരെയും അംഗീകരിക്കും. മാലികദീനും കൂട്ടരും വന്നപ്പോൾ അവര് സ്വീകരിച്ചു. സെന്റ് തോമസും ക്രിസ്തുമതമായിട്ട് വന്നപ്പോൾ അവര് സ്വീകരിച്ചു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും നമ്മൾ ഹിന്ദുക്കൾ അവർക്ക് കോളനികൾ പണിതു കൊടുത്തു. 1848 ജർമ്മനിയിൽ പിറന്ന കമ്മ്യൂണിസത്തെ 1957 EMS കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാക്കി. വിദേശത്ത് പിറന്ന എല്ലാ മതങ്ങൾ, ഇസങ്ങൾ, ആശയങ്ങൾ എല്ലാം ഹിന്ദുക്കൾ സ്വീകരിച്ചു. അതാണ് സനാതന ധർമ്മത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. അഭിമാനിക്കണം, ഞാനൊരു ഹിന്ദുവാണ്. നമ്മളെല്ലാം നെഞ്ചിൽ കൈവച്ച് പറയണം, ഞങ്ങൾ ഹിന്ദുക്കളാണ്. എന്താ ഞങ്ങളുടെ പ്രത്യേകത? ഞങ്ങൾ നിങ്ങളെ പോലെ ഇത് മാത്രം ശരിയെന്ന് പറയുന്നവരല്ല. മതക്കാരെപ്പോഴും പറയും എന്റേത് മാത്രം ശരി, എന്റെ മതത്തെ ചോദ്യം ചെയ്യരുത്, എന്റെ കിതാബ് ചോദ്യം ചെയ്താൽ കൈവെട്ടും കാലുവെട്ടും. അതില്ല. ഹിന്ദു എന്താ പറഞ്ഞത്? ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ യുക്തിവാദികളായിരുന്നു, ജീവിതം വേസ്റ്റ് ആയി പോയ സമയം. കാരണം ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആവേശം കുറച്ച് കൂടും, യുക്തിബോധം വർക്കൗട്ട് ആവില്ല. ഇടമറുകിന്റെ, കോവൂരിന്റെ എല്ലാ പുസ്തകങ്ങൾ വായിച്ചിട്ട് അന്നതുപോലെ മൊബൈലിൽ നിന്ന്, അതുകൊണ്ട് മൊബൈൽ ജീവികളല്ല, പുസ്തകം വായിക്കുന്നവരാണ്. അന്ന് കവിത എഴുതുന്നവർക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് കോളേജിൽ കവിതയൊന്നുമില്ല. കവിത എന്ന മുൻകൂട്ടി ഉണ്ടാവും, പക്ഷെ കവിത എഴുതുന്ന സ്വഭാവം ഇപ്പൊ വളരെ കുറവാണ്. അപ്പൊ ഇടമറുവ്, കോവൂരിനെ ഒക്കെ വായിച്ചിട്ട് ദൈവത്തെ നിഷേധിക്കുക.
അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് വിളിച്ചു പറയാം. ഹിന്ദുവിന്റെ ദൈവങ്ങളെല്ലാം കല്ലുകളാണ്, കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ, കരയാനറിയാത്ത, ചിരിക്കാൻ അറിയാത്ത വെറും കളിമൺ പ്രതിമകൾ. അതുകൊണ്ട് അമ്പലം പൊളിച്ചിട്ട് അവിടെ കപ്പ വെക്കണം. അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ. ഇതൊക്കെ ഞങ്ങളെല്ലാം സ്വാധീനിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു ഒരു കാലത്ത്. പക്ഷെ യുക്തിവാദി എന്ന് പറയുന്നവന്റെ ജീവിതത്തിൽ ഒരു ആദർശമില്ല. ഒരു ഹിന്ദു രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നത് വരെ ഒരു കർമ്മ പദ്ധതിയുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം, രാത്രി ഉറങ്ങുന്നവരും എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൃത്യമായ ഒരു വഴി നമുക്കുണ്ട്. പക്ഷെ യുക്തിവാദിക്കൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു പരിപാടി അവന്റെ കയ്യിലില്ല. അപ്പൊ യുക്തിവാദത്തിന് ഡെഫിനിഷൻ ഇല്ല. എന്താണ് യുക്തിവാദം എന്ന് യുക്തിവാദിയോട് ചോദിച്ചാൽ അതിന് യുക്തിവാദിയുടെ കയ്യിൽ മറുപടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് യുക്തിവാദത്തിന് ഒരു ഡെഫിനിഷൻ കിട്ടിയത് ചിദാനന്ദപുരി സ്വാമികളിൽ നിന്നാണ്. സ്വാമിജിയുടെ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയപ്പോ സ്വാമിജി പറഞ്ഞു തന്നു എന്താണ് യുക്തിവാദം. യുക്തിവാദത്തിന് ഡെഫിനിഷൻ, വിശദീകരണം കൊടുത്തത് ഹിന്ദുവാണ്. ആര്? രാമായണം എഴുതിയ വാൽമീകി മഹർഷി. യോഗവാസിഷ്ടം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി. എന്താണ് യുക്തിവാദം? യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. അന്യതൃണമിവത്യാജ്യം, യുക്തിരഹിതമായത് തൃണം, പുല്ലുപോലെ വലിച്ചെറിയണം. അപ്യുക്തം പത്മജന്മന, സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് ഗെറ്റ് ഔട്ട് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു. നമ്മൾ അഭിമാനിക്കണം ഞാനൊരു ഹിന്ദുവാണ് എന്ന്. എന്തുകൊണ്ട്? ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി എന്ന്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി എന്ന്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യാനെയും വിളിച്ചത് മഹർഷി എന്നാണ്. എന്തിനേറെ ദൈവമില്ല എന്നന്ന് കലഹിച്ചിരുന്ന ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാണ്. ദൈവമുണ്ട് എന്ന് പറഞ്ഞാലും ഹിന്ദുക്കൾക്ക് മഹർഷിയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞാലും മഹർഷിയാണ്. ഖുറാനും ബൈബിളും ഞാൻ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ്, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ എന്ന്. നമുക്ക് ഹിന്ദുക്കൾക്ക് അത് പറ്റില്ല കേട്ടോ. ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത മുഴുവൻ അർജുനന് പറഞ്ഞു കൊടുത്തു സാക്ഷാൽ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച്. എന്നിട്ട് ഒടുവിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയും, അർജുന, 18-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകമാണിത്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. അല്ലയോ അർജുന, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്. വിമർശതൈത ശേഷേണ, വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കി യഥേഷ്ടസി തഥാ ഗുരു, ശരിയെ സ്വീകരിക്കും, തെറ്റിനെ തള്ളിക്കളയും. ഇതാണ് ഹിന്ദു. ഞാൻ ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ എന്താ ഉള്ളത്? നിങ്ങളൊരു പുസ്തകം വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് ചേരാത്തതാണെങ്കിൽ സ്വീകരിക്കരുത്. ഇത് പറയാൻ ലോകത്തിൽ ധൈര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു എന്നറിയണം. അപ്പൊ നമ്മളെല്ലാം ഹിന്ദുസ്ഥാനികളാണ്, ഹിന്ദുക്കളാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ 2-ാമത്തെ പേരാണ് ഭാരതം. എന്താണ് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം? ഭ എന്നാൽ പ്രകാശം. പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം. പ്രകാശത്തിൽ രമിക്കുന്നവൻ ഭാരതീയൻ. ഈ നാട് പ്രകാശത്തിൽ രമിക്കുന്ന നാടാണ്. നമ്മുടെ സഹോദര മതങ്ങൾക്കെല്ലാം ഓരോ പുസ്തകങ്ങളും, ക്രിസ്ത്യാനിക്ക് ഒരു ബൈബിൾ, ഇസ്ലാമിന് ഒരു ഖുറാൻ. നമ്മുടെ സ്ഥിതി എന്താ? പുസ്തകങ്ങൾ നമ്മൾ ഹിന്ദുക്കൾക്ക് 4 വേദ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 5 ഉപവേദ, അതിലൊന്നാണ് ആയുർവേദം. 6 വേദാംഗ, 18 പുരാണുണ്ട്, 108 ഉപനിഷത്തുണ്ട്. രാമായണം, മഹാഭാരതം, 2 ഇതിഹാസം, 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, സംഗീതശാസ്ത്രം, വാസ്തുശാസ്ത്രം, ജ്യോതിഷം തുടങ്ങി നിരത്തി വെച്ചാൽ നിങ്ങളുടെ ഈ പഞ്ചായത്ത് മൊത്തം വേണ്ടേ? ഇത്രയേറെ പുസ്തക ഗ്രന്ഥശേഖരങ്ങളാൽ സമ്പുഷ്ടമാണ് ഹിന്ദു. അപ്പൊ സനാതന ധർമ്മികളായ നമ്മൾ നമ്മുടെ പൈതൃകത്തെ, പാരമ്പര്യത്തിൽ അഭിമാനികൾ. എന്തുകൊണ്ട്? ഇതര മതങ്ങൾക്കെല്ലാം ഓരോ ഗ്രന്ഥങ്ങൾ മാത്രമുള്ളപ്പോൾ നമുക്ക് അനേകായിരം ഗ്രന്ഥങ്ങളുണ്ട്.
ബാക്കി എല്ലാ മതക്കാർക്കും ഓരോ ദൈവം മാത്രമുള്ളപ്പോൾ നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. ഇതാണ് അഭിമാനിക്കുവാനുള്ളത്. ഈശ്വരൻ ഏകനാണ്, രണ്ടില്ലാത്ത ഒന്നാണ്. എന്നാൽ നമുക്ക് ദൈവങ്ങൾ 33 കോടിയാണ്. അപ്പൊ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദ്യോതനാദ് ദൈവ, പ്രകാശിപ്പിക്കുന്നത് എന്തോ അതാകുന്നു ദൈവം. അങ്ങനെയെങ്കിൽ നമുക്ക് 4 തരം ഹിന്ദുക്കളെ കുറിച്ച് പഠിക്കണം.